എൻ്റെ ഒരു തോന്നൽ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഇതിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറയാം. നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്ടിവിറ്റീസ് കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ, ഈ അടുത്തൊരു പോലീസുകാരനെ ചില പിള്ളേർ തല്ലാൻ പോയത് കണ്ടിരുന്നു. അതായത് ഈ പോലീസുകാരൻ ഓൾറെഡി ഇവരെ തല്ലിയതിന്റെ പ്രതികാരം എന്ന രീതിയിലാണ്. ഈ പോലീസിന്റെ ആൾക്കാർക്ക് നേരെയുള്ള അതിക്രമം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസിനെതിരെ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. അതിനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പോലീസുകാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അവര് ഈ ഒരു ആരോപണത്തിനെ എതിർക്കാൻ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായ തെളിവുകളോ കാര്യങ്ങളോ കൊണ്ടുകൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല. അത് മാത്രമല്ല, ഇൻ കേസ് നമ്മൾ ആ കേസ് ജയിച്ച് ഇവരെ സസ്പെൻഷനിലാക്കി കഴിഞ്ഞാൽ, അവർ അധികാരത്തിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രതികാര നടപടി ഉണ്ടാവും. ഇനി ഇയാൾ സസ്പെൻഷനിലായി, ഇയാൾ അധികാരത്തിലില്ലെങ്കിലും ഇയാൾക്ക് വേണ്ടപ്പെട്ട പോലീസുകാരുണ്ടെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനിയും പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു സംഘടനയുടെ പിൻബലമോ വേറെ ഇൻഫ്ലുവൻസോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസോ സ്വാധീനമോ ഒന്നും ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു പോലീസുകാരൻ അയാളെ തല്ലിയാലോ ചീത്ത വിളിച്ചാലോ ഒന്നും തിരിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് എത്ര കാലം നമ്മൾ സഹിക്കും? ഒരു പോയിന്റ് കഴിയുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിയമപരമായി പോയി കഴിഞ്ഞാൽ നിയമത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒക്കെ ബലത്തിൽ പോലീസുകാർക്കാണ് അവിടെ മേൽക്കൈ. പക്ഷെ ഇവനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം, അവന് ഫിസിക്കലി എങ്ങനെയെങ്കിലും ഹർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരൻ ഇവർക്കെതിരെ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണ് സാധ്യത. സോ ഇങ്ങനെ നിയമപാലകരോട് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നിയമവിരുദ്ധമായ ഇത്തരം ഓപ്ഷൻസ് ചിന്തിക്കും. അങ്ങനെ ഇവര് നിയമപാലകർക്കെതിരെ ഇത്തരം കൊട്ടേഷൻ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു ഇഷ്യൂ, ഈ അടുത്ത് ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ കണ്ടത് ഒരു ബസ്സിനെ ഒരു കാറ് വട്ടം വെച്ച് നിർത്തിയിട്ടിരിക്കുകയാണ്. കാറുകാരൻ ബസ് ഡ്രൈവറോട് വഴക്കിടുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് എന്തോ റോഡിൽ സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്കറിയില്ല. പക്ഷെ ഈ വഴക്ക് നടക്കുന്ന സമയത്ത് ഈ ബസ് മുന്നോട്ട് എടുത്തിട്ട് വീണ്ടും ആ കാറിനെ ഇടിക്കുകയാണ്. ആ സമയത്ത് കാറിനകത്ത് ഒരാളുണ്ട്, അയാൾ അത് കഴിഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ കാണാം. ബസ്സുകാർ പറയുന്നത് റോഡിൽ തിരക്കാണ്, ബ്ലോക്കാണ്, റോഡ് പണിയാണ്, അവർക്ക് സമയം മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ അതിന്റെ പേരിൽ ഒരുപാട് ഓവർ സ്പീഡും റോങ് സൈഡ് കയറി വരലും, ചില കാറുകാരൊക്കെ ഫ്രണ്ടിൽ വണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെയും കാണാം. പക്ഷെ അല്ലാതെയും ഇവർ കയറി പോകുന്നുണ്ട്. ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഇവരുടെ അടുത്ത് എതിരിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഈ ബസ്സുകാർക്കെതിരെ കേസും കൊണ്ട് പോയി കഴിഞ്ഞാൽ ബസ് മുതലാളി എന്തായാലും പണവും സ്വാധീനവും ഉള്ള ആളായിരിക്കും. അപ്പൊ അയാൾ എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് വരും. പിന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഡ്രൈവർമാർ പിന്നെയും തിരിച്ച് ഡ്രൈവിങ്ങിന് കയറുന്നുണ്ട്, അവർ വീണ്ടും വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി ഒരു പോയിന്റ് കഴിയുമ്പോൾ സാധാരണക്കാരന് തോന്നുമല്ലോ നിയമപരമായി ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റോഡിൽ വണ്ടി കൊണ്ടിറങ്ങുന്ന സാധാരണക്കാരന് ഇവരൊരു ഭീഷണിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രൈവർ ഇനി വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം എന്ന് സാധാരണക്കാരൻ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം റോഡിൽ ടൂ വീലർ ഓടിക്കുന്നവർക്കോ കാർ ഓടിക്കുന്നവർക്കോ ഒന്നും സംഘടനയില്ല. പക്ഷെ ഇത്തരം ഡ്രൈവർമാർക്ക് സംഘടനയുണ്ട്. അപ്പോൾ അവർക്ക് സംഘടനയുടെ പിൻബലം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പണത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരന് ഇവർക്കെതിരെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവന് നേരിട്ട് ചെന്ന് ഇടിച്ച് തോപ്പിക്കാനും പറ്റില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? ഇത്തരം മസിൽ പവർ ചിലപ്പോൾ അവൻ ഹയർ ചെയ്യും. അങ്ങനെയുള്ളൊരു സാധ്യതയും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സിറ്റുവേഷൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന്റെ ഒരു പ്രശ്നം, ഇത് കുറെ പേര് മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ കേസിന് പോയി കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ ഇല്ലെങ്കിൽ ഇവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് അപമാനമാണ്. ഇത് ശരിക്കും നടന്നതല്ല, നീ വെറുതെ ആളാവാൻ വേണ്ടി ചെയ്യുന്നതാണ്, കള്ളക്കേസാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആരോപണം ഇവർക്ക് സഹിക്കേണ്ടി വരും. ചിലപ്പോൾ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പോലും സപ്പോർട്ട് കിട്ടില്ല. പക്ഷെ ഇവർക്ക് ഓൾറെഡി ഹർട്ടായി, ഇവരൊരാൾ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് നീതിയും ന്യായവും കിട്ടുന്നില്ല ആ കാര്യത്തിൽ. അപ്പൊ അവനെ എങ്ങനെയെങ്കിലും ഹർട്ട് ചെയ്യാന്നുള്ളൊരു ചിന്ത അവരുടെ മൈൻഡിൽ വരും. ഇവരും ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ അടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, എന്ത് സാധനം വാങ്ങുമ്പോഴും എന്ത് സർവീസ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. കോടതിയും പോലീസും ഉൾപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരെയും ഈ നീതിന്യായ വ്യവസ്ഥ ഒരേപോലെ ട്രീറ്റ് ചെയ്യും. സോ നമുക്കൊരു അന്യായം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നീതിന്യായ വ്യവസ്ഥ ഒരു സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യും. ഇതില്ലെങ്കിൽ, ഈ നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു ലെവലിലേക്ക് എത്തും. സോ മസിൽ പവർ ഉള്ളവൻ, പണമുള്ളവൻ, അതേപോലെ തിണ്ണമെടുക്ക് കാണിക്കാൻ പറ്റുന്നവൻ, അങ്ങനെയുള്ളവരായിരിക്കും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ളവർ പേടിച്ച് അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടി വരും. സോ അങ്ങനെ അല്ലാതെ എല്ലാ സാധാരണക്കാരനും ധൈര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് നമുക്കൊരു നീതിന്യായ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ
അവര് നിയമത്തിന്റെ വിരുദ്ധമായ ഇത്തരം കൊട്ടേഷൻ പരിപാടികളിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നത് കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇനി ഇവിടെ ഓർഗനൈസ്ഡ് ക്രൈംസ്, ഇത്തരം കൊട്ടേഷൻ പരിപാടികൾ കൂടാനുള്ള സാധ്യത, അത് പണ്ടത്തെ പോലെ പൊളിറ്റീഷ്യൻസോ പണക്കാരോ ബിസിനസ് ഡ്രൈവേഴ്സോ ഒന്നുമല്ല, സാധാരണക്കാർ തന്നെ അവരുടെ സമ്പാദ്യവും അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ വെച്ചിട്ട് ഇത്തരം പരിപാടികൾക്ക് വേണ്ടി പണം ചെലവാക്കി ഇവരെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് തടയണമെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് വീണ്ടും വിശ്വാസം വരണം. ഒരു സാധാരണക്കാരന് പോലീസിനെയും കോടതിയും കാണുമ്പോൾ തോന്നേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. എനിക്കൊരു അന്യായം നടക്കുന്നത് തടയാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് പറ്റും. ഇനി ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടുത്തെ കോടതി എനിക്ക് നീതി വാങ്ങിത്തരും. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവന് വേണം. ക്രിമിനൽസിന് ഈ കോടതിയും പോലീസിനും കാണുമ്പോൾ പേടി വരണം. ക്രൈം കമ്മിറ്റ് ചെയ്യാൻ അവർക്കൊരു പേടി തോന്നണം. അതിന്റെ പേരിൽ അവരത് ചെയ്യാതിരിക്കണം. പക്ഷെ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് ക്രിമിനൽസിന് കോടതിയും പോലീസിനും കാണുമ്പോൾ ഉള്ളത് ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഊരിപ്പോരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്. ഇതേസമയം സാധാരണക്കാരന് പോലീസിനെ കാണുമ്പോൾ പേടിയാണ്. എന്നെ അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഫീല്. സോ ഈ ഒരു ഫീലിങ്ങും ഈ ഒരു പേടിയും നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാര് കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഇവിടെ വരും. അത് ഒട്ടും നല്ലതായ ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്നത് അരാജകത്വമായിരിക്കും. അതിന്റെ ഭീകരത വളരെ വളരെ വലുതാണ്. സോ ഇതാണ് എൻ്റെ ഒരു തോട്ട്. നാട്ടിൽ ഇപ്പം നടക്കുന്ന ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു പേടിയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.